Hello everyone. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ്. And I'm very proud to introduce her as well. That is none other than one of our recent OET winners, Miss Shweta Maria. So welcome Shweta. Thank you. And how are you feeling? I'm feeling very great. Okay, Shweta Tejas Academy join ചെയ്തു and you have completed your exam as well. So നമുക്ക് ശ്വേതയുടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു OET പ്രിപ്പറേഷനെ പറ്റിയൊക്കെ. So shall we start? Yeah, sure. Okay, so my very first question, ശ്വേതയോടുള്ള ഏറ്റവും ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ടിജൂസ് അക്കാദമി? ആക്ച്വലി ഞാൻ ട്വൈസ് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ മംഗളാപുരത്ത് ഫാദർ മുള്ളീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ വീണ്ടും എക്സാം എഴുതാം, എല്ലാവരും പുറത്തൊക്കെ പോയപ്പോൾ നമുക്കും എക്സാം എഴുതാം എന്നൊരു ഇതുണ്ടായി. അപ്പോൾ ഞാൻ ഏത് അക്കാഡമി ചൂസ് ചെയ്യും, നമ്മളിനി ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വയസ്സായി ചൂസ് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. ബിക്കോസ് 2 തവണ അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല എന്നതുകൊണ്ട് കിട്ടണം, ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് പേരോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അപ്പം അവരോടൊക്കെ ഞാൻ ചോദിച്ചു ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, ഏതായിരിക്കും നല്ലത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ കൂടുതൽ ആൾക്കാരും എൻ്റെ അടുത്ത് ഈ ഒരു അക്കാഡമിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട്, അതുകൊണ്ട് ഞാൻ ടിജൂസ് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ശ്വേത ടിജൂസിനെ പറ്റി ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്തതിന് ശേഷമാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. സോ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ ആ പറയുന്ന ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ശ്വേതയ്ക്ക് ഇവിടെ വന്നപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയോ? എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഓവറോൾ ഇൻട്രാക്ഷൻ വിത്ത് യു? ആക്ച്വലി 100% മീറ്റ് ചെയ്യാൻ പറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കിട്ടാതെ ഞാൻ അത്രയും കുറേ വിഷമത്തിൽ വന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഒരു കോൺഫിഡൻസും കുറച്ച് കുറഞ്ഞു. ഓക്കെ, എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പം റൈറ്റിംഗ് എനിക്ക് കിട്ടുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ബാക്കി സെയിം പോലെ തന്നെയാണ് നമുക്ക് കറക്ഷൻ കിട്ടുന്നെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല. സോ ഞാൻ അങ്ങനത്തെ ഒക്കെ കുറേ ഡൗട്ടിലാണ് വന്നത്. ഇപ്പോൾ കുറേ പേര് സെയിം നല്ല ഒരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞാലും അത് എനിക്കെങ്ങനെ ഉണ്ടാവും എന്നെനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ടെൻഷൻ അടിച്ചതുപോലെ ഒന്നുമില്ല, എല്ലാം അതിൻ്റെ ഒരു രീതിക്ക് പോയി എന്ന് മനസ്സിലായി. പിന്നെ അപ്രോച്ച് ചോദിച്ചപ്പം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇന്ന് വരെ ഒരു മാം പോലും നമ്മുടെ അടുത്ത് ഒന്ന് ചിരിക്കാതെ ആരും കയറി വന്നിട്ടില്ല ഇന്ന് വരെ. സോ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ട്യൂട്ടേഴ്സ്, എല്ലാവരും ഭയങ്കര രസമായിരുന്നു. ഓക്കെ, സോ ശ്വേത വാസ് വറീഡ് അബൌട്ട് യുവർ റൈറ്റിംഗ് മൊഡ്യൂൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൈറ്റിങ്ങിനെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനകത്ത് ശ്വേതനെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശ്വേതയ്ക്ക് കറക്റ്റായിട്ട് അറിയാം എന്താ വേണ്ടത് ശ്വേതയ്ക്കുള്ളത്, എന്താണ് ശ്വേതയ്ക്ക് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടത് എന്നുള്ള കാര്യം. സോ ആ പറയുന്ന ശ്വേതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റിയോ? ഹൗ വാസ് യുവർ റൈറ്റിംഗ് സെഷൻസ് വിത്ത് ടിജൂസ് അക്കാദമി? ആക്ച്വലി ഞാൻ ആദ്യം എഴുതിയിടത്ത് എനിക്ക് അവിടെ നിന്നാണ് അവർ ആക്ച്വലി ബേസ് തന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അതേ ബേസിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോഴും പറയും ബെറ്റർ നമ്മൾ എവിടെ പഠിച്ചോ അവിടെ തന്നെ പോകണം എന്നെപ്പോഴും പറയുമായിരുന്നു. കാരണം ഡിഫറെൻ്റ് ആണ് ഓരോ സ്ഥലത്ത്. പക്ഷേ ഞാൻ രണ്ടാമത് പഠിച്ചിടത്തും എനിക്ക് സെയിം കറക്ഷൻ. അപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആവണം എന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു ഇവിടെ വന്ന് കഴിയുമ്പം സെയിം കറക്ഷൻ ആവുമോ. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ചെയ്തത് എങ്ങനെയാണോ അതിനകത്തെ തെറ്റുകൾ എനിക്ക് പറഞ്ഞു തന്നു, ഇൻക്ലൂഡിങ് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആട്ടോ, ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എറേഴ്സ് വരെ അവരെനിക്ക് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത് തന്നു. പിന്നെ അവരുടെ കറക്ഷനും എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഞാൻ തെറ്റിച്ച് അങ്ങനെ നമുക്ക് ഒത്തിരി സ്ട്രെസ്സൊന്നും തരാത്തൊരു രീതിയിലുള്ള കറക്ഷൻ. പിന്നെ ഇൻഡിവിജ്വൽ കറക്ഷൻ ആയതുകൊണ്ട് കൂടുതൽ ഫോക്കസ് കിട്ടുന്നുണ്ട്. പിന്നെ പല ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് നമ്മളെ കറക്റ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ കറക്ഷൻ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ നമുക്ക് കൂടുതൽ ഓരോ ദിവസം കഴിയുന്തോറും ഇപ്പോൾ കറക്ഷൻ ആണെങ്കിലും നമ്മളുടെ ഒരു ഇതിന് വേണ്ടിയാണ്. സോ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് കുറച്ചുകൂടെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. ഇപ്പം എനിക്കൊരു 2-3 ഡേയ്സ് കൊണ്ട് എനിക്ക് പഴയ ഒരു ബേസ് മാറ്റി എനിക്ക് പുതിയൊരു ബേസ് തുടങ്ങാൻ പറ്റി. അതിപ്പം മെയിനായിട്ട് എൻ്റെ ഒരു ഇതുകൊണ്ടല്ല, ബിക്കോസ് ടീച്ചേഴ്സൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു 2-3 ഡേയ്സ് കൊണ്ട് എനിക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റി. അതാണ് വലിയൊരു കാര്യം. സോ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആ ഒരു ചേഞ്ച് ശ്വേതയ്ക്ക് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി. ബിക്കോസ് എനിക്ക് ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. സോ ആദ്യം എനിക്ക് കറക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി വീക്കായിപ്പോയി. കാരണം ഓക്കെ കിട്ടാതെ വന്നിട്ടൊരു കാര്യം പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര കറക്ഷൻ. സോ എനിക്ക് അത്ര കറക്ഷനൊന്നും പണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം
എൻ്റെ വിചാരം എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഗ്രേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ വന്ന് കറക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക ഒത്തിരി വിഷമിച്ച് എനിക്ക്. ഞാൻ ഒരു ട്യൂട്ടറിൻ്റെ അടുത്ത് നിന്ന് കരയുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കുകയാണ് അന്നേരം ഇപ്പോൾ ചെയ്തത്. പക്ഷേ എന്നെ ചീത്തയായിട്ടൊന്നും ഒരു ടോൺ പോലും വ്യത്യാസം വരാതെ എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് അതിപ്പോൾ ആ മാമിൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറഞ്ഞ് തന്ന് കറക്റ്റ് ചെയ്തു തന്നു. സോ എനിക്കത് ഒരു 2-3 ഡേയ്സ് കറക്ഷൻ കൊണ്ട് തന്നെ എനിക്കൊരു വലിയ ചേഞ്ച് എനിക്ക് തന്നെ മനസ്സിലായി. ബിക്കോസ് റെഡ് മാർക്സ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പോൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയി ഞാൻ ആക്ച്വലി. ശ്വേതയ്ക്ക് ഏറ്റവും പേടി സ്വപ്നമായിരുന്ന റൈറ്റിംഗ് മൊഡ്യൂൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഓവർകം ചെയ്യാൻ പറ്റി. അതിന് വിചാരിച്ചതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് വെരി ഗ്ലാഡ് ടു ഹിയർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷാൽ വി മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് സ്പീക്കിംഗ്. കാരണം വേറൊന്നുമല്ല, റൈറ്റിങ്ങിന് നമുക്ക് ഇൻഡിവിജ്വൽ കറക്ഷൻ ഓരോ ട്യൂട്ടറും ശ്വേത പറഞ്ഞതുപോലെ നമ്മളുടെ അടുത്ത് വന്നിരുന്ന് കറക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്പീക്കിംഗ് സെഷൻസും പോകാറ്. സോ സ്പീക്കിങ്ങിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ദാറ്റ് യു ഹവ് ഫെൽറ്റ് ബിഫോർ ടിജൂസ് ആൻഡ് ആഫ്റ്റർ ടിജൂസ്? ബിഫോർ ടിജൂസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്രയും വലിയ ഒത്തിരി ആൾക്കാരുള്ളിടത്ത് പഠിച്ചിട്ടില്ല. ബിക്കോസ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുള്ളിടത്ത് ഒത്തിരി അറ്റൻഷൻ കിട്ടില്ല എന്നൊരു എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ ഒരുപാട് ആൾക്കാരുള്ളൊരു സ്ഥലത്തല്ല പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓൺലൈനും ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ കരുതിയ ഒരാളാണ്. പക്ഷേ ഞാൻ ടിജൂസിൽ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു 2 പേരെ വെച്ചാണ് സ്പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കറക്ഷൻ അവിടെ ഉണ്ടാവും എന്ന് ഞാൻ ഡൗട്ട് ചെയ്തിരുന്നു. പക്ഷേ എല്ലാ ദിവസവും സ്പീക്കിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മുടെ ഒരു എക്സാമിന് പോയി ഇരിക്കുന്നത് പോലെ തന്നെയായിരുന്നു. ഒക്കെ അവിടെയും എനിക്ക് തോന്നുന്നു ഒരു 8-10 ടീച്ചേഴ്സിനേക്കാൾ മേലെ ആൾക്കാർ അവിടെ ഉണ്ട്. സോ നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ അടുത്ത് പോകാൻ പറ്റും. സോ നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെ ചൂസ് ചെയ്യും. സോ അവരുടെ കറക്ഷൻ വ്യത്യാസമാണ്, അവരുടെ സ്പീക്കിംഗ് വ്യത്യാസമാണ്. സോ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി ഓക്കെ എങ്ങനെയൊക്കെ സംസാരിക്കാം, എങ്ങനെയൊക്കെ ഒരു ഇൻ്റർലൊക്യൂട്ടർ സംസാരിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഇൻ്റർലൊക്യൂട്ടർ ഞാൻ അങ്ങനെ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ 2 പേരായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഒത്തിരി നമ്മുടെ ഇപ്പോൾ പ്രൊണൗൺസിയേഷൻ, ലാംഗ്വേജ്, നമ്മുടെ ഒരു ഫ്ലുവൻസി എല്ലാം നമ്മളെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ട്. സോ ശ്വേതയുടെ ആ ഒരു എക്സ്പോഷർ ശ്വേതയുടെ കോൺഫിഡൻസ് ലെവൽ എന്തുമാത്രം കൂട്ടിയെന്നൊരു ഐഡിയ ഉണ്ടോ? ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാവും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ബിക്കോസ് ഞാൻ വരുന്നതിന് മുന്നേ എല്ലാവർക്കും അറിയാം ഞാൻ അത്ര കോൺഫിഡൻറ്റേ അല്ലായിരുന്നു. ബിക്കോസ് ഞാൻ 2 തവണ ഫെയിൽ ആയപ്പോഴും എനിക്ക് ഭയങ്കര അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ബിക്കോസ് ഞാൻ അത്രയും നന്നായി ചെയ്തിട്ടുണ്ടെന്നൊരു വിശ്വാസം അത് ഇങ്ങനെ ഫെയിലായപ്പം അത് കുറഞ്ഞു വന്നു. അപ്പം എനിക്ക് നല്ല ഡൗട്ടായിരുന്നു. ബിക്കോസ് എന്നെ തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് പറ്റുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരുടെ ഒരു അപ്രോച്ച് കൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയത്. ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി എക്സാമൊക്കെ പോയപ്പം ആദ്യമൊക്കെ എക്സാമിന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഓക്കെ ഞാൻ എങ്ങനെ പോയി ഒരാളുടെ അടുത്ത് സംസാരിക്കും. ബിക്കോസ് നമ്മളൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം എവിടെ പഠിച്ചാണെങ്കിലും നമ്മൾ ഒരുപാട് ഇംഗ്ലീഷൊന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർ ആയിരുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് OET വന്നപ്പം പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നു. അപ്പം ഞാൻ മാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ഒരു ലാംഗ്വേജാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ എപ്പോഴും ഇംഗ്ലീഷ് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഡെയിലി നമ്മളത് പറയത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എങ്ങനെ നമ്മൾ ഇതാക്കും. പിന്നെ ഞാൻ എക്സാം എഴുതി 1 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ചസ് എപ്പോഴും OET അപ്ഡേഷൻസ് വന്നിട്ടിരിക്കും. അപ്പോൾ ഒരു ടെൻഷനുണ്ട് എങ്ങനെ സംസാരിക്കും, ഇപ്പം മാറിയിട്ടില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഭയങ്കരമായിട്ടത് മാറി. ഞാൻ എക്സാമൊക്കെ എഴുതാൻ പോയപ്പം ഞാൻ റിയലി കോൺഫിഡൻ്റ് ആയിരുന്നു. ഓക്കെ എനിക്കിത് പറ്റും എന്നൊരു വിശ്വാസം എനിക്കിത് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ശ്വേതയുടെ സംസാരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. വി ആർ വെരി ഹാപ്പി ടു സീ ദാറ്റ്. സോ നമ്മൾ റൈറ്റിങ്ങും നമ്മുടെ സ്പീക്കിംഗ് മൊഡ്യൂളും കവർ ചെയ്തു. സോ വാട്ട് അബൌട്ട് യുവർ റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ് മൊഡ്യൂൾ? സോ റീഡിംഗ് ലിസ്ണിംഗ് പ്രാക്ടീസ് എങ്ങനെയായിരുന്നു ടിജൂസ് അക്കാദമി? വാട്ട് അബൌട്ട് ദ സെഷൻസ്? എന്തൊക്കെയാണ് നമ്മൾ അക്കാദമി ആസ് എ സ്റ്റുഡൻസ് ശ്വേതയ്ക്ക് ഓഫർ ചെയ്ത ഫെസിലിറ്റീസ്? ആക്ച്വലി ലിസണിങ് റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ അത് നമ്മുടെ അടുത്താണ് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. നമ്മൾ കേട്ടു നമ്മൾ വായിച്ചാൽ കിട്ടി അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ കുറച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മളിങ്ങനെ
എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് എത്ര സിമ്പിളായിട്ടൊരു ആൻസറിലെത്താം എന്ന് എനിക്ക് മനസ്സിലായി. ബി പാർട്ടും സി പാർട്ടും ഒക്കെ പണ്ടൊക്കെ പഠിച്ചതിലും കമ്പാരിറ്റീവ്ലി എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ പല മാംമാർ വരും നമ്മളെ പഠിപ്പിക്കാനായിട്ട്. സോ അവരുടെ എക്സ്പ്ലനേഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് ഒരു അവർ കഴിയുമ്പോൾ അടുത്ത അവർ എക്സ്പ്ലനേഷനാണ്. സോ നമുക്ക് ടച്ച് വിട്ട് പോകുന്നില്ല, നമുക്ക് നല്ല രീതിയിൽ അത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ലിസണിങ് ആണെങ്കിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി നമുക്കിങ്ങനെ കാണിച്ചു തരും. നമ്മുടെ ലിസണിങ് കഴിഞ്ഞിട്ട് നമ്മൾ പലതും കേൾക്കത്തില്ല, ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ അതാ എന്ന് പറഞ്ഞു തരുമ്പോൾ ഓക്കെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഓക്കെ നമ്മളത് കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഞാനത് കേട്ടില്ലല്ലോ എന്നൊരു ഫീൽ വരും. പക്ഷേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിനകത്ത് അവർ എല്ലോ മാർക്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് തരും ഓക്കെ ഇതാ ആൻസർ എന്ന്. ശ്വേത ഓൾറെഡി പറഞ്ഞു, ശ്വേത ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സോ അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വെച്ചുള്ള ഒരു ലിസ്ണിംഗ് പ്രാക്ടീസിന് മുന്നേ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ വേറെ ഒരിടത്ത് ഞാൻ പഠിച്ച റൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ പോലും വേറെ ഒരിടത്ത് ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മറ്റേ ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്ന ഒരാൾ. അപ്പം ഞാനിങ്ങനെ ചോദിക്കേടി അവിടെ എങ്ങനെയാ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എവിടെയും കേട്ടിട്ടില്ല അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വെച്ച് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ലിസണിങ് എക്സ്പ്ലനേഷന് പോയപ്പം ഞാൻ എപ്പോഴും ലിസണിങ് എക്സ്പ്ലനേഷനൊക്കെ യൂസ്ലെസ് ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വണ്ടടിച്ചു ഓക്കെ ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുമോ, ആദ്യമായിട്ടാണല്ലോ. അതെനിക്ക് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നി. ബിക്കോസ് അതൊത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാരാണെങ്കിൽ പോലും. ഇപ്പം ചിലർക്കൊക്കെ അതിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാകത്തില്ല, പക്ഷെ വേറുള്ളവർ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, സോ വി ആർ വെരി ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. സോ നമ്മൾ 4 മൊഡ്യൂൾസും കവർ ചെയ്തു. സോ പ്രിപ്പറേഷനെ പറ്റി ശ്വേത നമുക്കൊരു ഐഡിയ തന്നു, എങ്ങനെയായിരുന്നു ശ്വേതയുടെ ടീച്ചേഴ്സ് അക്കാദമി ആയിട്ടുള്ള ജേർണി. സോ പ്രിപ്പറേഷൻ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്റ്റുഡൻസിനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം. സോ അതിനു വേണ്ടി നമ്മൾ പല തരത്തിലുള്ള മോക്ക് എക്സാംസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ശ്വേത അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ശ്വേതയ്ക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? ആക്ച്വലി ഞാൻ ഒരു 1 month കോഴ്സേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഓൾറെഡി ബേസ് ഉണ്ട്, അപ്പം അങ്ങനെ വേണ്ട എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒന്നുകൂടെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിക്കൂടെ. അങ്ങനെ ഞാൻ ഓറിയൻറ്റേഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ 1 മാസം കൊണ്ട്. സോ ഞാൻ ആകെ 2 മോക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആ 2 മോക്കും ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഫസ്റ്റ് മോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ മോക്ക്. യൂഷ്വലി എക്സാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സാം ഇത് തന്നു എനിക്ക്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പലതും കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ നെക്സ്റ്റ് മോക്ക് അറ്റൻഡ് ചെയ്യുന്നില്ല, എന്തിനാ നമ്മൾ വിഷമിക്കുമല്ലോ എന്നൊക്കെ കരുതിയാണ് ഞാൻ ആദ്യത്തെ മോക്ക് എഴുതി ഇറങ്ങിയത്. പക്ഷേ ആ ആൻസർ ഷീറ്റ് എൻ്റെ കൈ കിട്ടിയപ്പം ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ഞാൻ വേറൊരു രീതിയിൽ തിങ്ക് ചെയ്തു. ബിക്കോസ് ഞാൻ അന്ന് ലിസണിങ് ചെയ്തപ്പോൾ എനിക്ക് പാട്ട് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ ഭയങ്കര ബ്ലാങ്ക് ഔട്ടായി. എനിക്ക് ഒത്തിരി ആൻസേഴ്സ് കിട്ടിയില്ല. സോ എനിക്കൊരു കണ്ടിന്യൂസ് ആൻസേഴ്സ് ഒന്നും വന്നിട്ടേ ഇല്ല ആൻസർ ഷീറ്റിൽ. പക്ഷേ BNC കിട്ടി. അപ്പോൾ എൻ്റെ മാം ഏത് മാം കറക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പേപ്പറിൽ എനിക്ക് എഴുതിയിട്ടുണ്ടായി. എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഓക്കെ ആയിരുന്നു, അതുപോലെ തന്നെ BNC വളരെ ഗ്രേറ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടായി. ബിക്കോസ് ബേസിക്കലി ആ ഒരു തെറ്റുകൾക്കപ്പുറം പോസിറ്റീവ് സൈഡും കൂടി അവരുടെ അപ്രോച്ചാണ് എനിക്ക്. പിന്നെ അതായത് ചിലരൊക്കെ നമ്മൾ തെറ്റിപ്പോയെങ്കിൽ എന്തുകൊണ്ട് തെറ്റി എന്ന് ചോദിക്കുന്നേക്കാൾ കൂടുതൽ അത് തെറ്റിയെങ്കിൽ അത് സാരമില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, പക്ഷേ ഇത് വളരെ നന്നായി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം നമ്മളെ തന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ മൊഡ്യൂളാണെങ്കിലും അങ്ങനെ തന്നെ കറക്ഷനൊക്കെ ഭയങ്കര നന്നായി എനിക്ക് തോന്നി. സോ ശ്വേതാസ് അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. സോ ടീച്ചേഴ്സ് അക്കാദമി എന്ന് പറയുന്നൊരു ടീം വർക്കാണ്. സോ അവിടെ ടീച്ചിങ് സ്റ്റാഫ്സ് ആയിട്ടുണ്ട്, ശ്വേതയ്ക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉൾപ്പെടെയുള്ള ടീമുമായിട്ട് ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ടാകാം. സോ എങ്ങനെയായിരുന്നു മൊത്തത്തോടെ നമ്മുടെ ടീമിൻ്റെ ഒരു അപ്രോച്ച്? ഈസ് ഇറ്റ് പോസിറ്റീവ് ഫോർ യു? ഈസ് ഇറ്റ് ബെനിഫിഷ്യൽ ഫോർ യു? ആക്ച്വലി ഭയങ്കര പോസിറ്റീവായിരുന്നു, നല്ല രീതിയിൽ എനിക്ക് ബെനഫിഷ്യലായിരുന്നു. ഭയങ്കര ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇൻഡിവിജ്വൽ സെഷൻസ് മാത്രമല്ല, ഇപ്പോൾ റൈറ്റിംഗ് റീഡിങ് ലിസണിങ് എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോ കറക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ആകട്ടെ, പ്രേയർ സെഷൻസ് ആകട്ടെ, അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അതായത്
ഒരു 2 തവണയും 3 തവണയും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. സോ അവർക്കൊക്കെ ഒരു പേടി, എന്ത് പറഞ്ഞാലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ എന്ത് പറഞ്ഞാലും അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്, തോറ്റു പോകുമോ. അത് പുതുതായിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിലും ഓക്കെ, ഒരാൾ ഒരു 3-4 തവണ ഫെയിലായി പോകുന്നു, അപ്പോൾ ഞാൻ പോയാലോ എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആട്ടെ, പ്രെയർ ആട്ടെ, അതൊക്കെ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഇപ്പം ഞാൻ എൻ്റെ കൂടെ എക്സാം എഴുതുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഇന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അവരൊക്കെ പറഞ്ഞു ഞാനൊക്കെ കൂടുതൽ കോൺഫിഡൻ്റ് ആയത് ഈ ഓരോ സെഷൻ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ഇപ്പം നമുക്ക് പഠിപ്പിക്കാത്തവർ തന്നെ ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അപ്രോച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എപ്പോഴും ഒരു പ്ലസൻറ്റ് സ്മൈൽ തരും, നമ്മളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കും, നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് തരും. ഇപ്പം ഞാൻ വന്നപ്പോഴാണെങ്കിലും ഞാൻ 2 ബാച്ചിലായിട്ടാണ് ഇരുന്നത്. ബിക്കോസ് ഞാൻ റൈറ്റിങ്ങിന് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നു എന്ന് ഞാൻ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫിനോട് പറഞ്ഞപ്പം പുള്ളിക്കാരത്തെ എനിക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നു. ഓക്കെ, എനിക്ക് റൈറ്റിംഗ് കൂടുതൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്നെ 2 ബാച്ചിൽ വിട്ട് എനിക്ക് ഒരു ദിവസം 2 റൈറ്റിങ്ങും 2 റൈറ്റിംഗ് കറക്ഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ അവരുടെ ഒരു എഫോർട്ടും അതിനെ ഞാൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരും എൻ്റെ ഒരു വിജയത്തിന് ഭാഗമായിട്ട് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ശ്വേത ഫോർ ദ എൻകറേജിങ് വേർഡ്സ് ടുവേർഡ്സ് അസ്. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷനെ എപ്പോഴും കംപ്ലീറ്റ് ആക്കുന്നതാണ് ടീച്ചേഴ്സ് അക്കാദമിയുടെ സ്പെഷ്യലായിട്ടുള്ള ബേസിക് ആൻഡ് OET ഗ്രാമർ ക്ലാസ്സസ്. സോ അതിനെക്കുറിച്ച്, അത് അറ്റൻഡ് ചെയ്തതിനെക്കുറിച്ച് വാട്ട് യു ഹാവ് ടു സേ? OET ഗ്രാമർ എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമുക്ക് ഗ്രാമർ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഭയങ്കര അബോവ് ദാറ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, ഗ്രാമർ വേണ്ട, 1 മാസമേ ഉള്ളൂ, സോ മാക്സിമം മൊഡ്യൂൾ എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഗ്രാമർ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്ത് പറയും ബുധൻ വ്യാഴം ഗ്രാമർ ക്ലാസ് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ, എല്ലാവരും എന്തുകൊണ്ട് ഗ്രാമർ ക്ലാസ് ചൂസ് ചെയ്യുന്നു? യൂഷ്വലി എല്ലാവരും വേണ്ട എന്ന് പറയുന്നൊരു സംഭവം ചൂസ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഗ്രാമർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴും ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ഗ്രാമറിനെ യൂഷ്വലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാധനമാണ് കാണുന്നത്. പക്ഷെ അത് ശരിക്കും വേണ്ടൊരു ബേസാണ്. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ പഠിപ്പിച്ച് തരുമ്പം, നമുക്ക് മനസ്സിലാക്കി തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇവിടെ വളരെ നന്നായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഗ്രാമറിനെ പഠിച്ചെടുക്കാം അല്ലെങ്കിൽ കീഴ്പ്പെടുത്താം എന്നൊരു രീതി വളരെ ബേസ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതായത് ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗ്രാമർ, എന്നാൽ ചിലർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഇത് 2 പേർക്കും ഓക്കെ ആവുന്ന രീതിയിൽ എന്നാൽ കുറേ കൂടെ എൻ്റർടൈനിങ് ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഗ്രാമർ. സോ ഗ്രാമറും ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ ബേസിക്കലി ഒത്തിരി കാര്യങ്ങൾ ശ്വേതയ്ക്ക് പുതിയതായിട്ട് നേടാനായിട്ട് സാധിച്ചു. സോ ബിഫോർ ടീച്ചേഴ്സ്, ആഫ്റ്റർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ 2 ശ്വേതനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ശ്വേതയ്ക്ക് ഓവറോൾ അക്വയർ ചെയ്യാൻ പറ്റിയത് ഫ്രം ടീച്ചേഴ്സ് അക്കാദമി? ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ഇവിടെ വന്ന് കിട്ടിയ കാര്യങ്ങളാണ്. ആക്ച്വലി ഞാനൊരു 3 മാസം പഠിച്ച് OET എഴുതി. പക്ഷെ അന്ന് ഞാൻ ഇത്രയും എനിക്കറിയില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ മിസ്സിങ് ആയിരുന്നു ഞാൻ അന്ന് ചെയ്തപ്പോൾ, മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്ക് കിട്ടാഞ്ഞത് എന്നൊരിത്. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. 2 പഠിച്ച് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. ഞാൻ ആദ്യം ഓഫ്ലൈൻ എടുത്തപ്പോഴും ഓക്കെ, നമ്മൾക്ക് ഓക്കെ ആയിരുന്നു, നല്ല ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്സിങ് ആണെങ്കിൽ, ചില ഫാക്ടേഴ്സൊക്കെ മിസ്സിങ് ആണെങ്കിൽ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും, നമ്മൾ ഫെയിലായി പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അത് വേണ്ട എന്ന് കരുതുന്ന കാര്യങ്ങൾ വരെ ഇവിടെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം ഞാൻ പലപ്പോഴും റീഡിങ്ങിനൊക്കെ ഇരുന്നപ്പോൾ പോലും നമുക്കറിയാവുന്ന ഒരു മീനിങ് ആണെങ്കിൽ പോലും അതിന് വേറൊരു അർത്ഥവും കൂടെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു. നമ്മൾ ഇപ്പം റൈറ്റിംഗ് ചെയ്യുമ്പോൾ റൈറ്റിങ്ങിൻ്റെ ഓരോ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഓക്കെ, ഞാനിത് ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരിത്. ഓക്കെ, ഇതിനെ ഈ രീതിയിലും എഴുതാം എന്നൊരിത്. സ്പീക്കിംഗ് വന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഒരാളോട് സംസാരിക്കാം, എങ്ങനെ അയാളോട് ഒരു സ്പീക്കിംഗ് എങ്ങനെ ഒന്ന് എൻഡപ്പ് ചെയ്യാം, എങ്ങനെ ഒന്ന് സ്ട്രക്ചർ ചെയ്തെടുക്കാം. അതുപോലെ റീഡിങ് വന്നു കഴിഞ്ഞപ്പം ഓക്കെ, എന്തൊക്കെ മീനിങ്സാണ്, എങ്ങനെ ആൻസറിലെത്താം, ലിസണിങ് വരുമ്പോൾ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ടും പഠിച്ചതും അറിഞ്ഞതും എല്ലാം ടിജൂസിൽ വന്നു കഴിഞ്ഞ ശേഷമാണ്. ഞാൻ അന്ന് ഇതിനെ
ഓക്കെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് എന്ന് കരുതി തന്നെ എന്നാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ പ്രാക്ടീസ് ഇന്നുവരെ ചെയ്തിട്ടില്ല. ഓരോ രീതിയും വ്യത്യാസമാണ്. അപ്പം അന്ന് ചെയ്ത രീതിയെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വ്യത്യാസമാണ്. പക്ഷേ ഇത് ഒത്തിരി ബെനഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. സോ ശ്വേത, നമ്മുടെ ഒരു ഓവറോൾ അക്കാദമിക് പാക്കേജും ഒപ്പം തന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് കൂടെയാണ്. സോ എങ്ങനെയായിരുന്നു ആ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ശ്വേതയ്ക്ക് തന്നിട്ടുണ്ടോ, അത് പ്രിപ്പറേഷനെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തു ഇൻ എ പോസിറ്റീവ് വേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യാവോ? ഷുവർ. ആക്ച്വലി ഹോസ്റ്റലിൽ നിന്നു എന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ ഒരു നല്ല ഒരു സംഭവമാണ്. ഞാനൊക്കെ ആരെങ്കിലുമൊക്കെ പഠിക്കുന്ന കാണുമ്പോഴാണ് ഓക്കെ ഞാൻ പഠിക്കാമെന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പോൾ എല്ലാവരും അവിടെ പഠിക്കും, എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എനിക്കൊക്കെ സ്പീക്കിങ്ങിന് എനിക്ക് സംസാരിക്കാൻ ചിലപ്പോൾ ആൾക്കാരില്ലാതിരുന്നിട്ടുണ്ട്. ഞാൻ സ്പീക്കിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അടുത്ത് സ്പീക്ക് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഹോസ്റ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പം നമുക്കവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് വേണമെങ്കിൽ 3-4 ആൾക്കാരുടെ അടുത്ത് നമുക്ക് സ്പീക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കറക്റ്റ് ടൈമിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുക, വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട വരുന്നില്ല. പഠിക്കുക, ഫുഡ് കറക്റ്റ് വരും, പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് നമുക്ക് ഒരു റൂമിൽ 2 പേരോ 3 പേരോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, നമുക്കൊരു ശല്യവും പുറത്തുനിന്നൊന്നും ഉണ്ടാകുന്നില്ല. അത് ഒത്തിരി നന്നായിട്ട് എനിക്ക് തോന്നി. യൂഷ്വലി ഒരു ഹോസ്റ്റൽ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള, അപ്പം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഹോസ്റ്റലിലൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. ഇപ്പം നമുക്കൊന്ന് ഫ്രഷ് ആവണമെങ്കിൽ സമയം വേണം, എല്ലാത്തിനും സമയം വേണം. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി സമയം അതിലേ പോകുന്നില്ല. പിന്നെ ഉള്ള ആൾക്കാരുമാണെങ്കിലും ഒത്തിരി ഹെൽപ്പിങ്. അപ്പോൾ അതൊരു നമ്മളൊരു ഫാമിലി പോലെ അവിടെ നമുക്കൊരു വീട് പോലെയായിരുന്നു. അതിപ്പോൾ ഒത്തിരി നന്നായിരുന്നു. യെസ്, സോ താങ്ക് യു സോ മച്ച് ശ്വേത ഫോർ ദാറ്റ് ആസ് വെൽ. സോ വളരെ ചെറിയൊരു 1 മന്ത് എന്ന് പറയുന്ന ചെറിയൊരു ഷോർട്ട് സ്പാനിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയ ഒരു സ്റ്റുഡൻ്റാണ് ശ്വേത. സോ ശ്വേത, നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് കാണുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. സോ അത് OET എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനെ അതിൻ്റെ ടഫ്നെസ് കൊണ്ട്, അതിൻ്റെ ബാക്കി ഡിഫിക്കൽട്ടീസ് കൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് വേറൊരു സ്കൂട്ടർ എന്ന് പറയുന്നത് ഒന്നിലധികം പ്രാവശ്യം ഇത് എഴുതിയിട്ടും അത് കിട്ടാതെ വരുമ്പോൾ അതിനെ വീണ്ടും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷമത്തോട് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. സോ അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് അനവധി വ്യൂവേഴ്സായിട്ട് പ്രേക്ഷകർ നമുക്കുണ്ട്. സോ അവരോടൊക്കെ ശ്വേതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ 1 മാസത്തെ കോഴ്സ് എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് 1 മാസം മതി, കാരണം എനിക്കൊരു ബേസ് ഉണ്ട് എന്നൊരു കോൺഫിഡൻസിൽ ഞാൻ എടുത്തതാണ് 1 മാസത്തെ കോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ 1 മാസത്തെ കോഴ്സ് കൊണ്ട് എനിക്ക് ഒരുപാട് വ്യത്യാസം ഈ ഒരു അക്കാഡമിയിൽ നിന്നുണ്ടായി. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റി. സോ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും എല്ലാവരും 2-3 മന്ത്സ് ഒക്കെയാണ് യൂഷ്വലി എടുക്കാറ് പുതുതായിട്ട് വരുന്ന ആൾക്കാർ. സോ അവരങ്ങനെ വരുമ്പോൾ എനിക്ക് 1 മാസം കൊണ്ട് ഇത്രയും പറ്റിയെങ്കിൽ 3 മാസം കൊണ്ട് എത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരാൾക്കാരെന്ന് പറയുന്നത് ഫെയിലായി പോയ ആൾക്കാർ, ഞാനും ഫെയിലിയർ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നിന്ന് OET ഞാൻ ഫെയിലിയർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, രണ്ടാമതൊന്ന് എഴുതിയാൽ ഞാൻ ജയിക്കുമോ, ഇനി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് പോകുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുക, എനിക്ക് ഒത്തിരി എൻ്റെ ആ ടെൻഷനൊക്കെ കംപ്ലീറ്റ്ലി പോയതും ഞാനൊരു കോൺഫിഡൻ്റ് ആയതും ഒക്കെ ഈ ഒരു അക്കാഡമി വന്നതിന് ശേഷമാണ്. ഒത്തിരി സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ മെൻറ്റേഴ്സൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ എല്ലാ കംപ്ലയിൻസും പറയാൻ. ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല മെൻറ്റേഴ്സൊക്കെ. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് അത്രയും പേർക്ക് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ജസ്റ്റ് ഒരു OET എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഇത്രയും എഫേർട്ടൊക്കെ ഇടണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പം എഴുതാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുക, ഈ ഒരു അക്കാഡമിയാണ് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മളെ എല്ലാ തരത്തിലും ഇപ്പോൾ പഠിക്കുന്ന ഒരു കാര്യത്തിലല്ല, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണം, നമുക്കൊരു സ്പിരിച്വൽ സപ്പോർട്ട്, എല്ലാം നമുക്കത് ഇവിടുന്ന് കിട്ടും. ഇനി 2-3 എഴുതാറാണെങ്കിലും നമുക്ക് ലാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടറായിരിക്കും, ഒരു കുഞ്ഞ് ഫാക്ടർ ഉണ്ടായിരിക്കും നമ്മൾ ചിലപ്പം
നമുക്ക് ആ റിസൾട്ട് കിട്ടാതെ ചിലപ്പോൾ ഒരു മാർക്ക് 2 മാർക്ക് അതിനൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് നമുക്കത് കിട്ടിയില്ല. അപ്പം നമ്മളത് ചിലപ്പം നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒത്തിരി പഠിച്ചു വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. എന്തെങ്കിലും ഒരു കുഞ്ഞ് ഫാക്ടർ അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടാതെ വരുന്നത്. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ഒരു നല്ലൊരു ഇതിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല റിവ്യൂ ഒക്കെയുള്ള നല്ലൊരു ഇതിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഓക്കെ ഇവർ നമുക്ക് എന്തൊക്കെ കുറേ എക്സ്ട്രാ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഞാൻ വേറെ സ്ഥലത്തുനിന്ന് പഠിച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ബിക്കോസ് ഞാൻ മേക്ക് ഷുവർ ചെയ്തു ഓക്കെ എനിക്ക് ഇവിടുന്ന് ചിലപ്പോൾ എനിക്കിതൊക്കെ കിട്ടുമായിരിക്കാം എന്നുള്ള എൻ്റെ പ്രതീക്ഷയുമായി ഞാനിവിടെ വന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ ഇവിടുന്ന് തെറ്റിച്ചില്ല. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് മേലിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. എനിക്ക് പല കാര്യങ്ങളും അറിയില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ അവൾ പറഞ്ഞേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ തോറ്റു പോയിട്ടൊക്കെയുള്ള ഒരാൾക്കാരാണെങ്കിലും ഞാൻ പറയുക ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇവിടെ വരാം. കാരണം നമുക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കട്ടെ, നമുക്ക് ചിലപ്പോൾ സ്പീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കട്ടെ, ചിലപ്പോൾ അത് പ്രായമായിരിക്കാം, അത് എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ തുറന്ന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട്. പക്ഷെ അതെല്ലാം ഇവിടെ വന്ന് നമുക്ക് ശരിയാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും എനിക്ക് ഈ അക്കാഡമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് പറയാൻ പറ്റുന്ന ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു അക്കാഡമി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യും. അല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഫ്യൂ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതാണ് ലാക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് ഞാൻ എൻ്റെ ഒരു ഇത് അതിന് എക്സാമ്പിളാണ്. കാരണം ഞാൻ ഇത്രയും നേരം പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്തു, ഞാൻ എങ്ങനെ വന്നു, എൻ്റെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു എന്നുള്ളത്. പക്ഷെ അതൊക്കെ ക്രാക്ക് ചെയ്തു. സോ നിങ്ങൾക്കും അത് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ടിജൂസ് അക്കാഡമി തന്നെ. ഇപ്പം ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും ടിജൂസ് അക്കാഡമി. ബിക്കോസ് എനിക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടാത്ത പല കാര്യങ്ങൾ അതിപ്പോൾ എനിക്ക് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. സോ നിങ്ങൾക്കൊക്കെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇതിനെ ഒരു പേടിച്ചത് കിട്ടത്തില്ലാത്തൊരു സംഭവമായിട്ട് നമ്മളാരും മാറ്റരുത്. കിട്ടും, പക്ഷെ അത് നമുക്കൊരു നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കിട്ടും. സോ അതിവിടുന്ന് കിട്ടും. സോ ശ്വേതയുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുള്ള ഈ വാക്കുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വ്യൂവേഴ്സിന് അതൊരു മോട്ടിവേഷൻ ആകാം. സോ താങ്ക് യു സോ മച്ച് ശ്വേത ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us, and many congratulations for a successful journey. Thank you.